ഡിസംബർ 16 ശനിയാഴ്ച. മത്തായി 17 9 മുതൽ 13 വരെ വാക്യങ്ങൾ. ഹ്യൂ ഹഡ്സൺ സംവിധാനം ചെയ്ത 1981 റിലീസ് ചെയ്ത ബ്രിട്ടീഷ് സ്പോർട്സ് നാടക ചിത്രമാണ് ചാരിയറ്റ്സ് ഓഫ് ഫയർ. 1924 ഒളിമ്പിക്സിലെ 2 ബ്രിട്ടീഷ് അത്ലറ്റുകളുടെ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. ദൈവമഹത്വത്തിനായി ഓടുന്ന ഭക്തനായ സ്കോട്ടിഷ് ക്രിസ്ത്യാനി എറിക് ലിഡലും മുൻവിധികളെ മറികടക്കാൻ ഓടുന്ന ഇംഗ്ലീഷ് ജൂതൻ ഹറോൾഡ് എബ്രഹാംസുമാണ് അവർ. എൻ്റെ അഗ്നിരഥം കൊണ്ടുവരൂ എന്ന വില്യം ബ്ലേക്കിൻ്റെ കവിതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്, ചാരിയറ്റ്സ് ഓഫ് ഫയർ. ബൈബിളിലെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 2 അധ്യായം 11 6 അധ്യായം 17 വാക്യങ്ങളിൽ നിന്നുള്ളതാണ് അഗ്നിയുടെ രഥം എന്ന യഥാർത്ഥ പദപ്രയോഗം. ഇന്നത്തെ ആദ്യ വായനയിലും അതുപോലെ സുവിശേഷത്തിലും ഏലിയ പ്രവാചകനാണ് കേന്ദ്ര കഥാപാത്രം. സിറാക്കിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ ജീവിതത്തേക്കാൾ വലിയ മനുഷ്യനായിട്ടാണ് ഏലിയായെ വിശേഷിപ്പിക്കുന്നത്. ഏലിയായുടെ വാക്കുകൾ ചൂള പോലെ ജ്വലിച്ചു എന്നും വായന പറയുന്നു. എന്തൊരു ശക്തമായ ചിത്രമാണത്! അവൻ ഭൂമിയിലേക്ക് അഗ്നി ഇറക്കുകയും മറ്റ് നിരവധി അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു. ഇന്ന് ശാസ്ത്രിമാർ അവർ സാധാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, ദേവാലയത്തിൽ പഠിപ്പിക്കുന്നു. ആ ദിവസം അവർ ഏലിയ പ്രവാചകനെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. ഒരു ദിവസം ഏലിയ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് അവർ പ്രവചിച്ചു. ഈ പ്രവചനം യേശു സ്ഥിരീകരിക്കുന്നു. കൂടാതെ ഏലിയ ഭൂമിയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു തുടരുന്നു. എന്നിരുന്നാലും ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. ഏലിയായെ ജനം തള്ളിക്കളഞ്ഞു. ഏലിയ പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ യേശു തൻ്റെ മരണം തന്നെ പ്രവചിക്കുകയാണ്. വരാനിരിക്കുന്ന പീഡാസഹനത്തിനായി അവൻ തൻ്റെ ശിഷ്യരെ ഒരുക്കുകയാണ്. മനുഷ്യപുത്രൻ പീഡകൾ അനുഭവിക്കുമെന്ന് യേശു അവരോട് പറയുന്നു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. ചില സമയങ്ങളിൽ യേശു നമ്മോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ തിരക്കും ബഹളവും യേശു നമ്മോട് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മെ ബധിരരാക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചെവിയും മനസ്സും ഹൃദയവും തുറക്കാം. യേശുവിൻ്റെ ശബ്ദം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ആഗമനകാലത്തിലൂടെ യാത്ര തുടരുമ്പോൾ യേശു മനുഷ്യരാശിക്കായി ചെയ്ത എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാം. നമ്മുടെ വേദപാരായണത്തിൽ ഉത്സാഹം കാണിക്കാം. മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ യാഥാർത്ഥ്യം അറിയിക്കാൻ വേണ്ടി നമുക്ക് ലോകത്തിലേക്ക് പോകാം. എല്ലാവർക്കും
നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.